ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോ പർപ്പിൾ വെൽവെറ്റ് കേക്കാണ്. കൂടെ ഒരു അൺബോക്സിങ് വീഡിയോയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മളിവിടെ 1/2 kg കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ 1/4 കിലോന്റെ 2 കേക്കാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആദ്യം 1/4 കിലോന്റെ വാനില കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഒരു മുട്ട, 1/2 ടീസ്പൂൺ സുർക്ക, 1/2 ടീസ്പൂൺ വാനില എസൻസ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊന്തിയതിന് ശേഷം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തെടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം 1 ഡ്രോപ്സ് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 4 ഡ്രോപ്സ് പർപ്പിൾ കളറും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി കേക്കിന് ആവശ്യമായ ഫ്ലോർ മിക്സ് അരിച്ചെടുക്കുക. 1/4 കപ്പ് മൈദ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ നന്നായിട്ട് അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് എഗ് ബാറ്ററിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബാറ്റർ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം 5 ഇഞ്ച് മോൾഡിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുക. നമുക്ക് 1/4 കിലോ ചോക്ലേറ്റ് കേക്കും കൂടെ തയ്യാറാക്കിയെടുക്കാണ്ട് അതിന് വേണ്ട ഫ്ലോർ മിക്സ് അരിച്ചെടുക്കുക. 1/4 കപ്പ് മൈദ, അതിൽ നിന്ന് 1/2 ടീസ്പൂൺ മൈദ മാറ്റി വെച്ച് 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇവ നന്നായിട്ട് അരിച്ചെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ബാറ്റർ ബീറ്റ് ചെയ്തെടുക്കുക. ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയണില്ല, വീഡിയോ കൂടുതലായി പോവും. എഗ് ബാറ്റർ റെഡിയാക്കി ഫ്ലോർ മിക്സ് ചെയ്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തതിനു ശേഷം 5 ഇഞ്ച് മോൾഡിൽ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ പർപ്പിൾ കളറുള്ള വാനില സ്പഞ്ച് കേക്ക് റെഡിയായി കഴിഞ്ഞ് കേക്കിന്റെ മുകളിലെ വശം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നതിന് ശേഷം കേക്ക് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഉള്ള പീസ് എടുത്ത് ഇതുപോലെ പീസാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതുപോലെ ചോക്ലേറ്റ് കേക്കും 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിൻ്റെ മേലെ ക്രീം സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കേക്ക് വെക്കുക. എന്നതിന് ശേഷം മിഠായി മാറ്റാണ് സിറപ്പാക്കി യൂസ് ചെയ്തത്, ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കേക്കിന് മുകളിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ വെച്ച് കൊടുക്കുക. എന്നതിന് ശേഷം വാനില കേക്ക് വെച്ച് കൊടുത്ത് സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ മിഠായി മേറ്റ് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുക. സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക, ക്രീം സ്പ്രെഡ് ചെയ്യുക, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ലെയർ വാനില കേക്ക് വെച്ച് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് തണുപ്പിക്കാൻ വേണ്ടി വെക്കുക. ഈ കേക്കിന് 4 ലെയറാണ് ടോട്ടൽ ഉണ്ടാവുക കേട്ടോ. പതിനഞ്ച് മിനിറ്റിന് ശേഷം കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കുക. ഇനി കേക്ക് ഫുള്ളായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷോ വെച്ച് ഫില്ല് ചെയ്തെടുക്കാം. 3/4 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചൂടാക്കിയത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മിക്സ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ ഗനാഷോ കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് ഗനാഷോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ തണുപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. 1 മണിക്കൂറിന് ശേഷം നേരത്തെ പൊടിച്ചെടുത്ത കേക്കിൻ്റെ ആ ഒരു മിക്സ് ഫുള്ളായിട്ട് കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കുക. ഡബിൾ ബോയിൽ ചെയ്ത ഡാർക്ക് ചോക്ലേറ്റ് മുകളിലൊന്ന് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അതിന് ശേഷം 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പം നമ്മുടെ കേക്കിൻ്റെ കുറച്ച് ഐറ്റംസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള. കുറച്ച് ടോപ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ബ്രൈഡലിൻ്റെ ഒക്കെ. അപ്പോൾ അതിൽ കുറച്ച് കേക്ക് ബോക്സും കപ്പ് കേക്കിൻ്റെ ബോക്സും 2 ടയറിൻ്റെ കേക്ക് ബോക്സും ബേസും എല്ലാം കൂടിയാണ്. കൂടുതൽ ഞാനൊരു കേക്ക് സ്റ്റാൻഡ് വാങ്ങിച്ച്. ഇത് നല്ല ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. 900 ഉറുപ്പ്യറ്റാണ് ഇതിൻ്റെ റേഞ്ച് തോന്നുന്നത്. എനിക്കിത് 550 രൂപയ്ക്ക് കിട്ടിയപ്പോൾ ഞാനത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ കേക്ക് കുറച്ച് ഡിസൈൻ ചെയ്യാണ്ട് ആ പരിപാടിയിലേക്ക് പോവാം. ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ ടോപ്പറിലായിട്ട് ഫ്രൂട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്കോ പർപ്പിൾ വെൽവെറ്റ് കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ.